പടക്കപ്പൽ നിങ്ങൾ അയച്ചാൽ തിരിച്ചു പോകണോ എന്ന് ഇന്ത്യ തീരുമാനിക്കുമെന്നാണ് അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞതെങ്കിൽ 2025 നമ്മുടെ ആരാധനായിട്ടുള്ള സുരേഷ് ഗോപി അവറകൾ ഉൾപ്പെടെയുള്ളവരുടെ ഈ ഭരണകൂടത്തോട് പാകിസ്ഥാനുമായി തൂങ്ങിച്ചാവാൻ ഒരേ കരാർ വെച്ച തുർക്കി ഒഴിച്ച് ഒരൊറ്റ ലോക രാജ്യവും നമ്മുടെ ഭാരതത്തിന് വിരുദ്ധമായി സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ഭാരത ജനതയുടെ അഭിവാദങ്ങൾ, ഭാരത ജനതയുടെ അഭിവാദങ്ങൾ, ഭാരത ജനതയുടെ അഭിവാദങ്ങൾ, ഭാരത ജനതയുടെ അഭിവാദങ്ങൾ, 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 ധീരജവാന്മാർക്ക് അഭിവാദങ്ങൾ, ധീരജവാന്മാർക്ക് അഭിവാദങ്ങൾ, ഭാരതനാടിനെ സംരക്ഷിച്ച, ഭാരതനാടിനെ സംരക്ഷിച്ച, ഭാരതനാടിനെ സംരക്ഷിച്ച, ഭാരതനാടിനെ സംരക്ഷിച്ച ധീരജവാന്മാർക്ക് അഭിവാദങ്ങൾ, ധീരജവാന്മാർക്ക് അഭിവാദങ്ങൾ, ധീരജവാന്മാർക്ക് അഭിവാദങ്ങൾ, ധീരജവാന്മാർക്ക് അഭിവാദങ്ങൾ, ഭാരത ജനതയുടെ അഭിവാദങ്ങൾ, ഭാരത ജനതയുടെ അഭിവാദങ്ങൾ. ബോലോ ഭാരത് മാതാ കി ജയ്, ബോലോ ഭാരത് മാതാ കി ജയ്, ബോലോ ഭാരത് മാതാ കി ജയ്. വന്ദേ 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 മാതരം. എല്ലാ സഹപ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും സ്നേഹപൂർവ്വം നമസ്കാരം. ദീർഘമായിട്ടുള്ള വാക്കുകൾ പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആരാധനായിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം വഹിക്കുന്ന മുഴുവൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ശ്രീമാൻ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഭരണകൂടത്തിന് ഒരു ബിഗ് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ സഹപ്രവർത്തകന്മാർ വന്ദേ മാതരം ജപിച്ചുകൊണ്ട് ഈ തിരങ്ക യാത്രയുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ ശ്രീമതി ഇന്ദിരാഗാന്ധി യുദ്ധം നടക്കുന്ന സമയത്ത് പരിപൂർണ പിന്തുണ കൊടുത്തുകൊണ്ട് ആരാധനായിട്ടുള്ള സ്വർഗീയനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ശ്രീമതി ഇന്ദിരാഗാന്ധി, നിങ്ങൾ ദുർഗയാണ്, നിങ്ങൾ യുദ്ധത്തിൽ വിജയിക്കണമെന്ന് പറഞ്ഞ ആ പ്രതിപക്ഷത്തിന്റെ സ്വരം ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണെങ്കിൽ കൂടി കാശ്മീരിൽ 28ഓളം വരുന്ന നമ്മുടെ സഹോദരന്മാർ ഒരു കാരണവുമില്ലാതെ മതം ചോദിച്ചുകൊണ്ട്, പേര് ചോദിച്ചുകൊണ്ട്, കലിമ ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ വെടിവെച്ച് താഴേക്കിട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളാജി അവിടെ മരിച്ചു വീണ ചെറുപ്പക്കാരന് ആദിലിന് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുവെങ്കിൽ, നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചുവെങ്കിൽ, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് അതിനനുസൃതമായ പദ്ധതിയും പരിപാടികളും ഉണ്ടായി എങ്കിൽ ഗതികേടെന്ന് പറയട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നമ്മുടെ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രേട്ടന്റെ വീട്ടിലേക്ക് ഒന്ന് പോകാൻ 3 ദിവസത്തിലധികം ജനങ്ങളുടെ രോഷം വേണ്ടി വന്നു എന്നുള്ളത് എന്നെയും നിങ്ങളെയും വേദനിപ്പിക്കുന്ന വസ്തുതയാണ്. അതവിടെ നിൽക്കട്ടെ. രാജ്യത്ത് ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയോട് അമേരിക്ക പറഞ്ഞു, ഞങ്ങൾ പടക്കപ്പൽ അയച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക്, ഇന്ത്യ സ്വരം താഴ്ത്തിയില്ലെങ്കിൽ ആ പടക്കപ്പൽ മറുപടി പറയുമെന്ന് പറഞ്ഞപ്പോ ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞു, പടക്കപ്പൽ നിങ്ങൾ അയച്ചാൽ തിരിച്ചു പോകണോ എന്ന് ഇന്ത്യ തീരുമാനിക്കുമെന്നാണ് അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞതെങ്കിൽ 2025 നമ്മുടെ ആരാധനായിട്ടുള്ള സുരേഷ് ഗോപി അവറകൾ ഉൾപ്പെടെയുള്ളവരുടെ ഈ ഭരണകൂടത്തോട് പാകിസ്ഥാനുമായി തൂങ്ങിച്ചാവാൻ ഒരേ കരാർ വെച്ച തുർക്കി ഒഴിച്ച് ഒരൊറ്റ ലോക രാജ്യവും നമ്മുടെ ഭാരതത്തിന് വിരുദ്ധമായി സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ആരാധ്യയായിട്ടുള്ള ഭാരതാംബയുടെ പൊന്നോമനപുത്രൻ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വിജയമാണ്, ഈ രാഷ്ട്രത്തിന്റെ വിജയമാണ്. സർവസ്വം സമർപ്പിച്ചുകൊണ്ട്
അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ആ ധീരന്മാരായിട്ടുള്ള ജവാന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നമ്മളെ ഏറെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന തൃശ്ശൂരിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ സ്വന്തമായിട്ടുള്ള തൃശ്ശൂരിലെ ജനങ്ങളുടെ ഏറെ അഭിമാനമായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഒരു വലിയ ആദരം സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. രാജ്യ താല്പര്യത്തിന് അനുകൂലമായി ജാതിയും മതവും വർഗവും വർണ്ണവും മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യം ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. അവിടെ മതമില്ല, അവിടെ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. എന്താണ്? അമ്മ, ഭാരതാംബ, വന്ദേ മാതരം. ഇത് മാത്രമേയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. അമ്മയുടെ മുൻപിൽ മക്കൾ നിൽക്കുന്നത് പോലെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുമ്പോൾ ഈ ഭാരതാംബയുടെ മുന്നിൽ, അമ്മയുടെ യുദ്ധവിജയത്തിനു മുന്നിൽ വിരുമാറ് കാണിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ജനത മുഴുവൻ നിൽക്കുന്നത് എന്ന് സൂചന നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. ആരാധനായിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിജിയുടെ കൈകളിലേക്ക് രാജ്യത്തിന്റെ റിലീഫ് ഫണ്ടിലേക്ക് 50,000 രൂപയുടെ ഒരു ചെക്ക് പ്രിയപ്പെട്ട 1 ലക്ഷം ആക്കിയേക്ക് എന്നാണ് ശ്രീമാൻ സുരേഷ് ഗോപി അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഞാൻ കരുതുന്നത്, എനിക്കറിയില്ല, സുകന്യ സമൃദ്ധി പദ്ധതി പോലെ ഒരു ജനിച്ചു വീഴുന്ന ഓരോ പെൺകുഞ്ഞിനും 100 രൂപ അവരുടെ അച്ഛനും അമ്മയും ഇട്ടാൽ 100 രൂപ ശ്രീമാൻ നരേന്ദ്രമോദി ഇടുന്നത് പോലെ 50,000 പെട്ടെന്ന് 1 ലക്ഷമാക്കി മാറ്റിയത് ശ്രീമാൻ സുരേഷ് ഗോപി ചേട്ടന്റെ സ്വന്തമായിട്ടുള്ള പോക്കറ്റിലെ പൈസയാണ് എന്ന് ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കും. 1 ലക്ഷത്തിന്റെ ചെക്ക് അദ്ദേഹം നമ്മുടെ ആരാധനായിട്ടുള്ള കേന്ദ്രമന്ത്രിയുടെ കൈകളിലേക്ക് കൈമാറുകയാണ്. എളങ്ങന്നൂർ മനയിലെ ശ്രീ സദാനന്ദൻ നമ്പൂതിരിയാണ് 50,000 രൂപ ഫണ്ടിലേക്ക് തന്നത്. 50,000 നമ്മുടെ ആരാധനായ കേന്ദ്രമന്ത്രി കൂട്ടി 1 ലക്ഷമാക്കി. ശ്രീ സുരേഷ് ഗോപി നേതൃത്വം നൽകുന്ന ദേശാഭിമാനികൾ അണിനിരന്ന ദേശവിരുദ്ധ പിശാചുക്കൾ ഭാരതത്തിന്റെ തിലകക്കുറിയായ കാശ്മീരിലെ പഹൽഗാമിൽ നടത്തിയ അതിക്രൂരമായ കൂട്ടക്കൊല ലോകമെന്ന സാക്ഷിയെ പിടിച്ചു കുലുക്കിയപ്പോൾ മനുഷ്യമൃഗങ്ങളായ മതഭീകരവാദ ശക്തികളെ ഇനിയൊരിക്കലും ഭാരതത്തിന്റെ വിശുദ്ധ മണ്ണിൽ തലപൊക്കാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ പാർട്ടിമുന്നിലെ ഭീകരത്താവളങ്ങളെയും അവർക്ക് തേനും പാലും ഒഴുക്കുന്ന പാകിസ്ഥാൻ വേട്ടനാക്കളെയും ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ തകർത്ത് തരിപ്പണമാക്കി ഭാരത സൈന്യത്തിനും ഭാരതത്തിന്റെ പ്രധാന സേവകൻ രാഷ്ട്രത്തിന്റെ കാവലാൾ ലോകാരാധ്യനായ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജിക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൃശൂരിന്റെ ജനന भारत माता के